വിരാട് കോഹ്ലിയെ എതിരാളികൾ കൊടുക്കുന്ന അതേ കുരുക്കിൽ രോഹിത് ശർമ്മയും വീഴുന്നുണ്ടെന്ന് പറയാം. ഓഫ് സ്റ്റമ്പിനോട് ചേർന്നെത്തുന്ന സ്വിംഗ് പന്തുകളിൽ രോഹിത് ബാറ്റ് വെച്ച് വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഇതേ പ്രശ്നം രോഹിത്തിനെ വേട്ടയാടിയിരുന്നു. ഓഫ് സൈഡ് പന്തുകളിൽ രോഹിത് ശർമ്മയ്ക്ക് പഴയ മികവ് കാട്ടാൻ സാധിക്കാത്തത് പ്രശ്നം തന്നെയാണ്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നീ വമ്പന്മാർക്കെതിരായ ഇന്ത്യയുടെ പരമ്പര വരാനിരിക്കുകയാണ്. ഇതിൽ ഓപ്പണർ എന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ പ്രകടനം നിർണായകമാകും. അതുകൊണ്ട് തന്നെ നിലവിലെ രോഹിത്തിൻ്റെ പ്രകടനം ഇന്ത്യക്ക് തലവേദനയുണ്ടാക്കുന്നതാണ്. ക്ഷമ കാട്ടാൻ രോഹിത് തയ്യാറാവുന്നില്ല. ഇത് മുതലാക്കാൻ എതിർ ബൗളർമാർക്ക് സാധിക്കുന്നുമുണ്ട്. എന്തായാലും രോഹിത് ശർമ്മയുടെ പ്രകടനം ആരാധകർക്ക് വലിയ നിരാശയുണ്ടാക്കുന്നതാണ്. രോഹിത് ശർമ്മയ്ക്ക് ബംഗ്ലാദേശിനെ മികച്ച ടെസ്റ്റ് റെക്കോർഡ് അവകാശപ്പെടാനാവില്ല. 6-6, 21, 6-5 എന്നിങ്ങനെയാണ് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റിൽ രോഹിത് ശർമ്മ നേടിയ സ്കോർ. വമ്പന്മാരെ വിറപ്പിക്കുന്ന രോഹിത് ശർമ്മയ്ക്ക് ബംഗ്ലാദേശിനോട് ഇതുവരെ മികവ് കാട്ടാൻ സാധിക്കാത്തതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ബംഗ്ലാദേശിൻ്റെ പേസർമാർക്ക് മുന്നിൽ രോഹിത്തിന് അടിപതറുന്നു. ഇന്ത്യ മികച്ച നിലയിലേക്കെത്തിയ സാഹചര്യത്തിൽ സമ്മർദ്ദമില്ലാതെ കളിക്കാനുള്ള സാഹചര്യം മുന്നിലുണ്ടായിരുന്നു. എന്നിട്ടും അത് മുതലാക്കി കളിക്കാൻ രോഹിത്തിന് സാധിക്കാതെ പോയി. ഇന്നത്തെ പ്രകടനം നിരാശപ്പെടുത്തിയെങ്കിലും ഒരു നാഴികക്കല്ല് പിന്നിടാൻ രോഹിത്തിനായി. ഈ വർഷം ടെസ്റ്റിൽ 1000 റൺസ് പിന്നിടുന്ന ആദ്യത്തെ നായകനായി മാറാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു. നായകനെന്ന നിലയിൽ രോഹിത്തിൻ്റെ പ്രകടനം കയ്യടി നേടിയെങ്കിലും ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അദ്ദേഹം ഫ്ലോപ്പായി. ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ സർവാധിപത്യം നേടിക്കഴിഞ്ഞു. ആദ്യ ഇന്നിങ്സിൽ 376 റൺസിൽ പുറത്തായ ഇന്ത്യ മറുപടിക്കിറങ്ങിയ ബംഗ്ലാദേശിനെ 149 റൺസിൽ കൂടാരം കയറ്റി. 4 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയും 2 വിക്കറ്റ് വീതം പങ്കിട്ട മുഹമ്മദ് സിറാജും ആകാശ് ദീപും രവീന്ദ്ര ജഡേജയും ചേർന്നാണ് ബംഗ്ലാദേശിനെ എറിഞ്ഞിട്ടത്. 227 റൺസിൻ്റെ ഒന്നാം ഇന്നിങ്സ് നേടിയ ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ വലിയ സ്കോർ നേടി ബംഗ്ലാദേശിന് മുന്നിൽ വമ്പൻ വിജയലക്ഷ്യം വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. രോഹിത്തും യശസ്വി ജയ്സ്വാളും പെട്ടെന്ന് പുറത്തായതിനാൽ രണ്ടാം ഇന്നിങ്സിൽ ആരാവും ഇന്ത്യയുടെ ഹീറോ എന്നതാണ് കണ്ടായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സിലും നിരാശപ്പെടുത്തി നായകൻ രോഹിത് ശർമ്മ. ആദ്യ ഇന്നിങ്സിൽ 6 റൺസ് എടുത്ത് പുറത്തായ രോഹിത് ശർമ്മയ്ക്ക് രണ്ടാം ഇന്നിങ്സിൽ 5 റൺസാണ് നേടാനായത്. ടസ്കിൻ അഹമ്മദിൻ്റെ പന്തിൽ സ്ലിപ്പിൽ സാക്കിർ ഹസന് ക്യാച്ച് നൽകിയാണ് രോഹിത് പുറത്തായത്. 2 ഇന്നിങ്സിലും രോഹിത്തിന് തിളങ്ങാനാവാത്തത് ആരാധകരെ നിരാശരാക്കുകയാണ്. രോഹിത്തിൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം ഭേദപ്പെട്ടതായിരുന്നു. ഇന്ത്യൻ പിച്ചിലെ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് റെക്കോർഡും വളരെ മികച്ചതാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ഇത്തവണ തിളങ്ങാൻ സാധിക്കാതെ പോയി. 2 ഇന്നിങ്സിലും രോഹിത് ദുരന്തമായി മാറിയത് വരാനിരിക്കുന്ന വലിയ പരമ്പരകൾക്ക് മുൻപ് ഇന്ത്യക്ക് ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് പറയാം. കടന്നാക്രമിച്ച് കളിക്കാൻ ശ്രമിച്ച രോഹിത് ബൗണ്ടറിയോടെ തുടങ്ങിയ ശേഷമാണ് വിക്കറ്റ് തുലച്ചത്.